ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 4-legged അനിമേഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വാക്ക് സൈക്കിൾ നോക്കാം. അപ്പോൾ ഒരു 4-legged ക്യാരക്ടർ വെച്ച് നമുക്കൊരു വാക്ക് സൈക്കിൾ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാരക്ടറിനെ അല്ല നമ്മുടെ റെഫറൻസിന് എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3D റെഫറൻസ് തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റിൻ്റെ അകത്ത് ക്യാമറയിലോട്ട് പോവുക. ഒരു ക്യാമറ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ക്യാമറയുടെ പ്രോപ്പർട്ടിക്കകത്ത് എടുക്കുക, Ctrl A അടിച്ചു. അപ്പോൾ ക്യാമറയുടെ പ്രോപ്പർട്ടീൻ്റെ അകത്ത് വന്നു, ആട്രിബ്യൂട്ട് എഡിറ്റർ വന്നു. ആട്രിബ്യൂട്ട് എഡിറ്ററിൻ്റെ അകത്ത് ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇമേജ് പ്ലെയിൻ. എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് ഇമേജ് പ്ലെയിൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു പ്രാവശ്യം ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ അടുത്ത പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇമേജ് പ്ലെയിനെ ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു ടർഗ സീക്വൻസ് ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആ ഇമേജിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്ത് കൊടുക്കാം. ഏതിൻ്റെ അകത്ത്? ഈ ക്യാമറ പ്ലെയിനിൻ്റെ അകത്ത് നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു. അതുതന്നെ ക്യാമറ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടർഗ സീക്വൻസിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ റെഫറൻസിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് സീക്വൻസ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രീമിയറിലോട്ട് കട്ട് ചെയ്തിട്ട് ആ സീക്വൻസ് നമ്മൾ എടുത്തു വെച്ചേക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് ഇതിപ്പം സീക്വൻസ് കാണുന്നില്ല, പ്ലേ ചെയ്യുമ്പോൾ സീക്വൻസ് കാണുന്നില്ല. സീക്വൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ഇമേജ് സീക്വൻസ് കൊടുക്കുക. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പക്ക ഈ ഒരു റെഫറൻസ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു സീക്വൻസ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ഇതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഏകദേശം ഒരു ഇത്രയും ഫ്രെയിംസ് വരും, ഒരു 120 ഫ്രെയിം വരും. 120 ഫ്രെയിം നമുക്ക് അതേപോലെ പക്ക നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്തോട്ട് നമുക്ക് റെഫറൻസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കാം. ഫയൽ ഇമ്പോർട്ട്, ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തു. ടൈഗറിൻ്റെ ഒരു ഇതുണ്ട്, മീൻസ് ഒരു റെഫറൻസ് ഉണ്ട്, റെഫറൻസ് അല്ല ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ റെഫറൻസ് അതേപോലെ അതിന് ഒരു മാറ്റവും ഇല്ലാതെ ഈ റെഫറൻസ് അതേപോലെ നമ്മൾ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് ക്യാരക്ടർ. ഈ ക്യാരക്ടറിനെ നമുക്ക് സ്കെയിൽ ചെയ്ത് കറക്റ്റ് അതുമായിട്ട് അടുപ്പിച്ച് കൊണ്ടുവരിക. അപ്പോൾ 4-legged ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ പക്ക റെഫറൻസ് നമുക്ക് അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് സ്കെയിൽ വാല്യൂ ഏകദേശം ആ സ്കെയിൽ വാല്യൂ ഞാൻ ഈ ഗ്രിഡിനെ ഒന്ന് ഹൈഡ് ചെയ്യാം. ഷോയ്ക്കകത്ത് ഗ്രിഡിനെ ഹൈഡ് ചെയ്തിട്ട് ആ ഒരു റെഫറൻസ് ഏകദേശം പ്രോപ്പർ റെഫറൻസ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു പ്രോപ്പർ റെഫറൻസ് ആയിട്ട് നമുക്ക് വയ്ക്കാം. ക്യാരക്ടറിൻ്റെ ആ ഒരു ഹൈറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഏകദേശം പ്രോപ്പറായിട്ട് വയ്ക്കാം. ഓക്കെ, ഏകദേശം ആ റെഫറൻസ് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി പോസ് നമുക്ക് ഓരോ പോസ് ബൈ പോസ് ആയിട്ട് നമുക്ക് ചെയ്യാം. സ്മൂത്താണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് അതേ പ്രോസസ്സ് നമുക്ക് വയ്ക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ലെയറിൽ വേണമെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഹൈഡ് ചെയ്യാം. ലെയറിൽ ഹൈഡ് ചെയ്യാം. ഓക്കെ, ക്യാരക്ടറിനെ ഹൈഡും അൺഹൈഡും ചെയ്ത് നമുക്ക് നോക്കാം. അതിന് ടെംപ്ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റ് ആക്കി നോക്കാം. അതിന് ഫുള്ള് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ചെയ്യുക കേട്ടോ. ഫുൾ ക്യാരക്ടറിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനെ ജസ്റ്റ് ടെംപ്ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് ടെംപ്ലേറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് പോസിലോട്ട് വരാം. 4 അടിക്കുക. ഓക്കെ, അതിനുശേഷം ആദ്യത്തെ പോസ് ആ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ക്യാരക്ടറിൽ ആ ഒരു ഫ്രെയിമിലെ ക്യാരക്ടർ അത് എവിടെയാണെന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഏത് കാലാണ് ഫ്രണ്ടിലോട്ട് ഇരിക്കുന്നത് നോക്കുക. അപ്പോൾ ലെഫ്റ്റ് കൈ, അപ്പോൾ ഏത് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് കൈ സ്വല്പം അതുമായിട്ട് കറക്റ്റ് അറ്റാച്ച്, മീൻസ് അതുമായിട്ട് കറക്റ്റ് സിങ്കിൽ കൊണ്ടുവരിക. ഈ കൈ ഇവിടെ. ഒരു കാര്യം ചെയ്യാം, ഇമേജ് പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ലെയറിൻ്റെ അകത്തോട്ട് ഹൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും കാണാൻ പറ്റും. ഓക്കെ, സ്വല്പം ക്യാരക്ടറിന് വേണമെങ്കിൽ സ്വല്പം താഴോട്ടാക്കാം. ഓക്കെ, അതുപോലെ ക്യാരക്ടറിൻ്റെ ഈ ഒരു ഏരിയ സ്വല്പം താഴ്ത്തിയാണ് അതിലിരിക്കുന്നത്. അതേ റെഫറൻസ്, വേറെ ഒരു മാറ്റം അതിൻ്റെ അകത്ത് വരുത്തുന്നില്ല. ഈ കാല് സ്വല്പം കൂടെ ജസ്റ്റ് ഇങ്ങോട്ട് ബാക്കിലോട്ട് വയ്ക്കുക. ഓക്കെ, അതുപോലെ അടുത്ത നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലത്തെ കാല് സ്വല്പം ബാക്കിലോട്ടാണ് ഇരിക്കുന്നത്. ബാക്കിലോട്ട് വയ്ക്കുന്നു, സ്വല്പം ഒന്ന് വയ്ക്കുന്നു, സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ,
ജോയിൻസ് എല്ലാം അങ്ങ് ഹൈഡ് ചെയ്യുക, നണ്ണാക്കുക, അതിൻ്റെ അകത്ത് പോളിഗൺ ഓൺ ആക്കുക, ഇപ്പോൾ ഓൾ ആക്കുക, അതിൻ്റെ അകത്ത് നമുക്ക് ജോയിൻസ് മാത്രം ഒന്ന് ഹൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കാല് സ്വല്പം ഫ്രണ്ടിലോട്ട് വയ്ക്കുക. ഓക്കെ ഓക്കെ, ഏകദേശം റെഫറൻസുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പോസ്. ഓക്കെ, ഞാൻ ഫുൾ സെലക്ട് ചെയ്യുന്നു. അല്ല, നമ്മൾ ഇത് അതേ നിന്ന് നടക്കുന്ന ഒരു ഫീലാണ്. അത് സൈക്കിൾ വിത്ത് ഓഫ്സെറ്റും ഉണ്ട്. സൈക്കിൾ ഒരു പ്രാവശ്യം സൈക്കിൾ ചെയ്യുക, സൈക്കിൾ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ റെഫറൻസ് ഏകദേശം അതേപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ അങ്ങനെ അതങ്ങനെ ചെയ്യണ്ട. ഇപ്പം തൽക്കാലം നോർമൽ തന്നെ ചെയ്ത് പോയാൽ മതി, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇത് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റാണ്. നമുക്ക് കീ ഇടാമല്ലോ. ഞാൻ എണ്ണാക്കിയിട്ട് ഇതും പോളിഗൺ മാത്രം സെലക്ട് ചെയ്യുന്നു. ഒരു മെൽ സ്ക്രിപ്റ്റ് എടുക്കുന്നു. ഓക്കെ, മെൽ സ്ക്രിപ്റ്റ് എടുക്കുന്നു. അതിന് ശേഷം ഫുള്ളായിട്ട് ഒരു കീ ആക്കുന്നു. ഫുള്ള് ഒറ്റ കീ ടൈഗറിന്ന് കൊടുത്തിട്ട് മെല്ലാക്കുന്നു. ഓക്കെ, സേവ് ഓൾ ഷെൽഫ്സ്. ഓക്കെ, ഷോയ്ക്കകത്ത് ഓൾ ആക്കുന്നു. വീണ്ടും ഞാൻ ജോയിൻ്റ് മാത്രം അങ്ങ് ഹൈഡ് ചെയ്യുന്നു. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു പ്ലെയിൻ വരയ്ക്കാം. ഇപ്പോൾ തൽക്കാലം പ്ലെയിൻ വേണ്ട. ഓക്കെ, ഏകദേശം ഇത് മാച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു കീ ഇടുക. ഓക്കെ, അടുത്ത കീ ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യം കാല് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് എടുത്ത് അപ്പോൾ ഈ രണ്ട് കാലിനെയും ഈ ഒരു സംഭവമാണ്. ഫ്രണ്ടിലോട്ട് എടുത്തു, മറ്റേത് ബാക്കിലോട്ട് എടുത്തു. അത് ഏത് കീ ഫ്രെയിമാണ് നോക്കുക. നമുക്കൊരു കാര്യം ചെയ്യും, വ്യൂ പോർട്ടിൻ്റെ അകത്ത് ലെഗസി വ്യൂ പോർട്ട് ജസ്റ്റ് ഓൺ ആക്കുക. അത് ഓൺ ആക്കിയാൽ ഫുള്ളായിട്ട് ഇത് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വ്യൂ പോർട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അതങ്ങ് ഹൈഡായി പോകും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ലെഗസി വ്യൂ പോർട്ട് ഹൈ ക്വാളിറ്റി ഒന്നും വേണ്ടത്, ഹാങ് ആവും. ലെഗസി ഡീഫോൾട്ട് വ്യൂ പോർട്ട് ആക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ വന്ന് നിന്നുകൊണ്ട് രണ്ടാമത്തെ കീ ഫ്രെയിം നമുക്ക് ഇത്രയൊന്നും വേണ്ട, നമുക്കൊരു 50 കീ ഫ്രെയിം വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്ന കാല് മെയിനായിട്ടുള്ള പോസ് അടുത്ത ഏതാണെന്ന് നോക്കുക. നമുക്കൊരു 10ാമത്തേൽ അടുത്ത പോസ് പിടിക്കാം. എല്ലാ പോസും പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാല് ഇവിടെ നിന്ന് നമുക്ക് ഏതാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ബോൾ ലിഫ്റ്റ് ആണോ, ബോൾ ടോ ലിഫ്റ്റ് ആണോ, ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പം ബോൾ ട്വിസ്റ്റ് ആണോ, അല്ല ബോൾ ലിഫ്റ്റ് സ്വല്പം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ടോ ലിഫ്റ്റ് വളരെ മൈന്യൂട്ടായിട്ട് കൊടുത്താൽ മതി. ടോ ലിഫ്റ്റും അതുപോലെ ബോൾ ലിഫ്റ്റും. ഓക്കെ, ഇത് രണ്ടെണ്ണം ഇപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി ഒന്നുകൂടെ സ്ലൈഡ് ചെയ്ത് നോക്കാം. കാല് നല്ലോണം പുറകിലോട്ട് വരണുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് എക്സാക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ കൊണ്ടുവരിക. ബാക്കിൽ എത്രയും വരുന്നുണ്ട് അത്രയും പൊസിഷനിലോട്ട് അതിനെ കൊണ്ടുവരിക. ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ മറ്റേ കാലും ആ കാലും ഏത് ഏരിയയാണ് ആ ഏരിയയിലോട്ട് കറക്റ്റായിട്ട് കൊണ്ടുവരിക. ഓക്കെ, അതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. ഇത് വേണമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അവിടെ ഒന്ന് ഓക്കെ, രണ്ടാമത്തെ ഇതാണ് കേട്ടോ മാച്ച് ചെയ്യുന്ന. ഇതൊട്ട് തുടങ്ങിയാൽ തൊട്ട് തുടങ്ങിയാൽ മതി. ഓക്കെ, നമുക്ക് ഇതൊന്നും കൂടെ ഓൺ ചെയ്യാം. രണ്ടാമത്തെ മുതൽ കറക്റ്റായിട്ട് നമുക്ക് മീറ്റ് ചെയ്താൽ മതി. കാരണം ഒന്നാമത്തെ പോസ്റ്റ് അല്ലായിരുന്നു സംഭവം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് രണ്ടാമത്തത്. അപ്പോൾ അതേപോലെ ഈ കാലം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക ഏത് കാലാണ് വരുന്നതെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഓക്കെ ഇത് കറക്റ്റാണ്. അപ്പം മറ്റേ കാല് ഈ കാല് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വരുന്നു. ഓക്കെ, അത് ഓണാക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് ഏത് കാലാണ് ആ കാല് സ്വല്പം ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഈ കാലാണ്. ഓക്കെ, ഇത് നല്ലവണ്ണം ബാക്കിലോട്ട് പോകുന്നു ഈ കാല്. അതിനനുസരിച്ച് ഈ കാല് എന്ത് ചെയ്യുന്നു, നല്ലവണ്ണം ഫ്രണ്ടിലോട്ട് വരുന്നു ഇങ്ങനെ.
ഇവിടെ പോൾ വെക്ടർ ഉണ്ട്. പോൾ വെക്ടറൊക്കെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക, കറക്റ്റായിട്ട് വയ്ക്കുക. ഒന്നും കൂടെ ഈ ക്യാരക്ടറിൽ സ്വല്പം കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ബോഡി മൂവ്മെൻറ്റ് ഇപ്പം ചെയ്യേണ്ട, കാല് മാത്രം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, കാല് മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി മൂവ്മെൻറ്റിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് ഓടിയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഈ ഒരു സംഭവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 10 ഫ്രെയിമിൽ സംഭവം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബോഡി ഇപ്പോൾ തൽക്കാലം ചെയ്യണമെന്നില്ല, കാല് മാത്രം ചെയ്താൽ. അപ്പ് ആൻഡ് ഡൗൺ ഇപ്പോൾ ചെയ്യണമെന്നില്ല, കാല് മാത്രം നമുക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. 10 മാക്സിമം സ്ട്രെച്ച് ആയിട്ട് ഇരിക്കുകയാണ് ഈ ഒരു ഏരിയ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ടോൾ ഇത് വെച്ചിട്ട് വളരെ മൈന്യൂട്ടായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അത് പ്രോബ്ലം വെച്ചാൽ നമ്മൾ ഈ ഒരു ഏരിയ ഒന്നും നീക്കുന്നില്ല, അതുകൊണ്ട് ചിലപ്പോൾ അത് സ്ട്രെച്ച് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ നീക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചു. അടുത്തത് 10. അതിനുശേഷം നല്ലവണ്ണം ഒടിച്ചെടുത്ത് ഏത് പോസ് വയ്ക്കണമെന്ന് ഇതൊക്കെ ഹൈഡ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കുക ഏത് പോസാണ് അടുത്തത്. ഇങ്ങനെ വെച്ചു. അത് 13 നല്ലവണ്ണം ഒടിയുന്നുണ്ട് കേട്ടോ, 13 നല്ലവണ്ണം ഒടിയുന്നുണ്ട്. അപ്പോൾ ആ പോസ് നമുക്ക് വയ്ക്കാം. മാക്സിമം നമുക്ക് കിട്ടുന്ന ആ ഒരു നല്ല എക്സ്ട്രീം ആയിട്ടുള്ള പോസസ് നമ്മൾ കളയാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇതങ്ങ് കളയാം. ഈ ടോ ഹീലും ബോൾ ലിഫ്റ്റും ഒന്നും വേണ്ട, കളയാം. എന്നിട്ട് നമുക്ക് ഒടിച്ച് നോക്കുക എങ്ങനെ ഒടിയുന്നുണ്ടെന്നുള്ള കാര്യം. മാക്സിമം ഒടിച്ച് മാക്സിമം ആ ഒരു ഇതുമായിട്ട് കറക്റ്റ് തന്നെ പിടിക്കുക. ഓക്കെ, ഏകദേശം പ്രോപ്പറാക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഞാൻ സ്ലൈഡ് ചെയ്തു. അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഈ കാല് 13 ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത് സ്വല്പം കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് വരുന്നു. മെയിനായിട്ട് അത് തന്നെയാണ് അതിൽ നടന്നത്. ഓക്കെ, അതെല്ലാം നമുക്ക് ടൈം, ബാക്കിയെല്ലാം നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. അടുത്തത് എക്സ്ട്രീം. ഓക്കെ, നമുക്ക് 21 നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലത്ത് റിമൂവ് ഒക്കെ ചെയ്ത് കളയാം കേട്ടോ. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ എല്ലാം വെക്കുന്നതേ ഉള്ളൂ, വേണ്ടാത്ത സ്ഥലത്ത് നമുക്ക് തന്നെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഈ കാല് സ്വല്പം കൂടെ ഫ്രണ്ടിലോട്ട് വരണം. ഓക്കെ, ഒരുപാട് അങ്ങ് പോവുകയും ചെയ്യരുത്, ഇതിലും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ കാലെടുത്തിട്ട് ഈ കാലം എവിടെയാണ്? താഴെ വന്നു അല്ലേ? താഴെ വന്നു കാല് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് ഈ കാല് സ്വല്പം ബാക്കിലോട്ട് പോയിട്ട് സ്വല്പം ഒന്ന് വളരെ മൈന്യൂട്ടായിട്ടൊന്ന് ജസ്റ്റ് പൊക്കുക. ഓക്കെ, ഇനി വീണ്ടും ഒന്നും കൂടെ കീ ഇടുന്നു. ഓക്കെ, ഞാൻ ഇനി ക്ലോസ് ചെയ്യാമേ. പോളിപ്ലെയിൻ ഞാൻ ഔട്ട്ലൈനർ വഴി എടുത്തിട്ട് എവിടെയാണ് പോളിപ്ലെയിനെ നോക്കുക. എല്ലാം ഒറ്റ കീ ഫ്രെയിമിൽ കൊടുത്തു പോവുക. ഓക്കെ, ഞാൻ ഈ പോളിപ്ലെയിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ പോളിപ്ലെയിനെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുകയാണ്. സെലക്ട് ചെയ്തിട്ട് സെലക്ഷൻ മാറിയാണ് കിടക്കുന്നത്. ഇതുമായിട്ട് സംഭവം അറ്റാച്ച്ഡ് ആയിട്ടില്ല. ഇതുമായിട്ട് ഇത് അറ്റാച്ച്ഡ് ആയിട്ടില്ല. നമ്മൾ ഒന്നുകൂടെ ക്യാമറ എടുക്കാം. ഔട്ട്ലൈനറിൽ പോയി നോക്കാം.
അല്ല, അതൊരു എക്സ്ട്രാ പ്രൊജക്ഷനാണ്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അവിടെ നിന്ന് ജസ്റ്റ് പോളി പ്ലെയിൻ വഴി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. കുഴപ്പമില്ല, അതങ്ങനെ ഇരുന്നോട്ടെ. നമുക്കത് കാര്യം ചെയ്യാം. പോളി ഇത് ഇമേജ് അങ്ങ് ഹൈഡ് ചെയ്താൽ മതി, പ്രോബ്ലം ഇല്ല. ആ ഇമേജ് അങ്ങ് ഹൈഡ് ചെയ്താൽ മതി കേട്ടോ, അത് പിന്നെ പ്രശ്നമില്ല. ഇമേജിന് ജസ്റ്റ് അങ്ങ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോളിപ്ലെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ് ആയിക്കോളൂ. ഓക്കെ, ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇതാ ഉണ്ട്, ഇത്രയും നമുക്കായിട്ടുണ്ട്, കണ്ടല്ലോ. ഓക്കെ, ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇതാ ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഫ്രെയിമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇമേജ് പ്ലെയിൻ ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് ഇമേജ് പ്ലെയിനെ ഒന്നും കൂടെ എടുക്കാം. അപ്പോൾ അത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇമേജ് പ്ലെയിനെ. ഓക്കെ, വീണ്ടും അടുത്ത പോസിലോട്ട് പോവുക. 21 അടുത്തത് യെസ്, ഒരു രജിസ്ട്രേഷൻ നോക്കുക. ഇതായപ്പോൾ അത് രജിസ്റ്ററായി, ഈ കാല് രജിസ്റ്ററായി, സോറി കൈ രജിസ്റ്ററായി. സോ ഇവിടെ സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, അവിടെ കൊണ്ടുവയ്ക്കുക, അവിടെ വെച്ചിട്ട് വയ്ക്കുക. ഓക്കെ, അടുത്തത് അതുപോലെ അപ്പുറത്തെ കാല് ഇവിടെ ക്ലിക്ക് ചെയ്തു, അപ്പുറത്തെ കാല് സ്വല്പം ഒന്ന് റൊട്ടേഷൻ കൂടെ വെച്ചിട്ട് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഏരിയയിലോട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതുവരെയായിട്ട് എന്ത് ചെയ്തിട്ടില്ല, മൂവ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. മീൻസ് ഏതിന് ഒരു മൂവ്മെൻറ്റും നമ്മൾ ഒന്നിനും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യുള്ളൂ. അവിടെ നിന്ന് തിരിച്ചിങ്ങനെ എടുത്തു. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ഈ ഒരു ഏരിയക്കകത്ത് തിരിച്ചെടുക്കുന്ന, ഫ്ലിപ്പ് ചെയ്തെടുക്കുന്ന ഈ ഒരു ഏരിയക്കകത്ത് ഇടയ്ക്കുള്ള ഇൻബിറ്റ്വീൻ ഞാൻ വിട്ടിട്ടുണ്ട്. അത് എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം, പ്രോബ്ലം ഒന്നുമില്ല. നമുക്കിപ്പോൾ ഫൈനലി ബ്ലോക്ക് ചെയ്ത് പോവാം. ഇൻബിറ്റ്വീൻ പിന്നെ നമുക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു, ഇതിനെടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക, വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ റൊട്ടേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ എക്സ്ട്രാ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ബോൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോ ലിഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം, ടോ ലിഫ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലിവിടെ ഒന്ന് നോക്കി അറിയാൻ പറ്റും എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നോക്കി അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആ വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. എന്താണ്ട് ഇതിവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, ഇവിടെ നമ്മൾ ഫുള്ള് റിലീസാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 10ാമത്തെ ഫ്രെയിമിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ അവിടെ നിന്ന് അത് എടുക്കാം. ഇപ്പം നമുക്ക് വേണ്ട, നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അവിടെ റിലീസ് ചെയ്തിട്ടുള്ള ഏരിയയാണ് കേട്ടോ, ഫുൾ റിലീസ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അത് നമുക്ക് സ്വല്പം കൂടെ ഒന്ന് അലൈൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് തന്നെ പിടിച്ചു വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഈ കാല് സ്വല്പം കൂടെ ജസ്റ്റ് ബാക്കിലോട്ട് അലൈൻ ചെയ്യുക. ഈ കാല് അതിനനുസരിച്ച് അതിലെ പോസ് എന്താണ് അതിനനുസരിച്ച് ഫ്രണ്ടിലോട്ട് അലൈൻ ചെയ്യുക. ഓക്കെ, ഇത് താഴെ വയ്ക്കണമെങ്കിൽ താഴെ വെച്ചിട്ട് അതിലെ പോസ് പോലെ നമുക്ക് അലൈൻ ചെയ്യാം. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ജസ്റ്റ് ഒരു കാല് ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ അടുത്ത കാല് പോയി, അടുത്ത കാല് അവിടെ വെച്ചു, അടുത്ത കാല് തിരിച്ചു വരെയാണ് ഇങ്ങനെ വന്നു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാക്സിമം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കാലെടുത്തിട്ട് അത് നോക്കുക ഏതാണെന്ന് നമുക്ക് കറക്റ്റ് പിടിക്കാൻ പറ്റുന്ന. ഓക്കെ, റിലീസ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഏരിയ പിടിക്കേണ്ടി വരും. അത് ഏത് ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഏരിയ നമ്മൾ കഴിഞ്ഞാൽ ഏതാണ് അത് പിടിച്ചിട്ടുള്ളത് നോക്കുക. ഓക്കെ, നമ്മൾ ഇതാണ് പിടിച്ചിട്ടുള്ളത്, ഈ ഏരിയ. അപ്പോൾ നമ്മൾ കീ ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ഏരിയയാണ് പിടിച്ചിട്ടുള്ളത്. എന്താ ഏറ്റവും ഇങ്ങനെയുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് അതിലും എന്ത് ചെയ്താൽ അത് തന്നെ പിടിച്ചാൽ മതി, ഇത് തന്നെ പിടിച്ചാൽ മതി. ഓക്കെ, അതിപ്പോൾ ഏത് കാലിൻ്റെതാണ്? അപ്പുറത്തെ കാലിൻ്റെ ആണ് ഇത്, സോറി കൈയുടേതാണ്, അത് മാറിപ്പോരുത്. അത് അവിടെ വെച്ചിട്ട് അത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓക്കെ ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഓക്കെ അതിവിടെ വന്നിട്ട് ഓക്കെ ആ ഇൻ ബിറ്റ്വീൻ നമുക്ക് പിന്നെ ഇടാം. ഇൻ ബിറ്റ്വീൻ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ കീ ഫ്രെയിൽ വരുമ്പോൾ വേറെ എന്തൊക്കെ മാറ്റം ഉണ്ടെന്നുള്ള കാര്യം മാത്രം നോക്കിയത്. അപ്പോൾ ഇവിടെ സ്വല്പം ബാക്കിലോട്ട് വരുന്നു. ഓക്കെ, ഈ കാല് ഇവിടെ നിന്ന് സ്വല്പം മുകളിലോട്ട് എടുക്കുകയാണ്. അത് ഏത് കാലാണ് നോക്കിക്കോണം.
ഏത് കാലാണ്? ഈ കാലാണ് ആണല്ലോ. അപ്പോൾ മറ്റേ കാല് ഫ്രണ്ടിലോട്ട് വരണം. അത് ശ്രദ്ധിച്ചോണം റെഫറൻസിൽ. അത് മാത്രം മാറിപ്പോരുത്. ഈ കാല് വെച്ചു. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയ കാലം ഏതായിരുന്നു? മറ്റേ കാലാണ് അങ്ങോട്ട് പോയത്. അത് ശ്രദ്ധിച്ചോണം. ഈ കാല് ബാക്കിലോട്ട്. ഈ ഒരു കാര്യം എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി മറിച്ച് നോക്കുമ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഐഡിയ കിട്ടും ഏത് കാലാണ് നീങ്ങിയിട്ടുള്ളതെന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ അത് പോസ് ഇപ്പോൾ ഓക്വേർഡായിട്ട് ഇരിക്കുകയാണ്. അത് അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് ഓക്കെ, സ്വല്പം പൊക്കുക കാലിങ്ങനെ. ഇവിടെ താഴ്ത്തേണ്ടതായിട്ടുണ്ട്, സ്വല്പം താഴ്ത്തുക. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പോസ് ഏതായിരുന്നു ക്ലിക്ക് ചെയ്ത് നോക്കുക. 46-ൽ സ്വല്പം ബാക്കിലോട്ട് വന്നിട്ട് സ്വല്പം ഒന്ന് വന്നിരിക്കുക. ഓക്കെ, ഓക്കെ. ഇനി 50ാമത്തെ ഫ്രെയിമിൽ വീണ്ടും രജിസ്ട്രേഷൻ പ്രോപ്പർ ആക്കുക. സെലക്ട് ചെയ്യുന്നു, ഡൗണിൻ്റെ രജിസ്ട്രേഷൻ പ്രോപ്പറാക്കി വയ്ക്കുക. അതേപോലെ ഇവിടെ നിന്ന് ഇത് ചെറുതായിട്ട് എന്ത് ചെയ്യുക, അപ്പ് ചെയ്യണം അല്ലേ. ഇത് സ്വല്പം കൂടെ ഒന്ന് ബാക്കിലോട്ട് വരുന്നു. ഇതിൻ്റെ അടുത്ത കാല് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് മുകളിലോട്ടിരിക്കുന്നു. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഇമേജ് പ്ലെയിൻ അങ്ങ് ഹൈഡ് ചെയ്യാം. ഇനി നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇട്ട് കൊടുക്കുക. ഇൻ ബിറ്റ്വീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇമേജ് പ്ലെയിൻ്റെ അകത്ത് നമുക്ക് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് നോക്കാം. ഇപ്പോൾ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ വന്നു. ഇതിവിടെ എത്തിയതിന് ശേഷം ഈ കാലെടുത്തു, ഇങ്ങനെ വെച്ചു, അപ്പോഴത്തേക്ക് അത് രജിസ്റ്ററായി. അപ്പോൾ സ്വല്പം കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യാം. നമുക്ക് എപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വെച്ചു, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഇവിടെ പോയ സമയത്ത് ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഈ കാല്, ഈ രണ്ട് കാലും അപ്പോഴത്തേക്കും ഒന്ന് വർക്കിംഗ് അല്ലാത്ത രീതിയിലായിപ്പോയി. കണ്ട, ഈ 13 to 26 വർക്കിംഗ് അല്ലാത്ത രീതിയിലായിപ്പോയി. ഓക്കെ, കണ്ടല്ലോ. അപ്പം നമുക്കത് റെഫറൻസ് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ഷോയ്ക്കകത്ത് ഇമേജ് പ്ലെയിൻ എടുത്തിട്ട് അതിൻ്റെ റെഫറൻസ് അവിടെ നമുക്കൊരു കാര്യം ചെയ്യാമേ. നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ റെഫറൻസ് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ കാലെടുത്തു, അവിടെ വെച്ചു. കണ്ട, ഒരു സ്ഥലത്ത് ഒരു ബോഡി പാർട്ട് സ്റ്റോപ്പ് ആവുന്നില്ല. കണ്ട, അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വന്നിട്ട് അതിനെങ്ങനെ എടുത്തു വെച്ചിട്ട്, കണ്ട, അത് അവിടെ നിൽക്കരുത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ ഇങ്ങനെ എടുത്തിട്ട് കണ്ട, ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ആയത്. കണ്ട, ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ആയത്. എന്നാണ്ടേ, ഇവിടെ സ്റ്റോപ്പ് ആവാൻ പാടില്ല. ഇവിടെ വയ്ക്കുക, അവിടെ നിന്ന് വീണ്ടും ബാക്കിലോട്ട്. അത് ഇതിൻ്റെ കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളും. കണ്ട, അപ്പോൾ അത് വീണ്ടും കണ്ടിന്യൂസ് ഫ്രീ ഫ്ലോയിലോട്ട് മാറി. വീണ്ടും എടുത്തു വയ്ക്കുന്നു. ഇതിനെ അതിനനുസരിച്ച് വയ്ക്കുക. ഇനി എവിടെയെങ്കിലും അതേപോലെ നിൽക്കുന്നുണ്ടാന്നൊന്ന് ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ഫ്ലോ പാർട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടാന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെറിയ റൊട്ടേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ അകത്ത് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പാർട്ട് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ കാണാൻ പറ്റും. ഏതാണ്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്യണം, കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഡൗൺ ആയിട്ട് ആ കാല് എന്താണ്ട് ഇവിടെ ഇൻ ബിറ്റ്വീൻ ഇല്ല കേട്ടോ. ഇൻ ബിറ്റ്വീൻ അതിൻ്റെ അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻ ബിറ്റ്വീൻ ഇടാം. സ്വല്പം ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ പ്രോപ്പറായിട്ട് അവിടെ വരും. ഇതങ്ങ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ തന്നെ റിമൂവ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ സ്വല്പം ഇവിടെ വെച്ചിട്ട് സ്വല്പം അങ്ങോട്ട് നീക്കുക.
ബാക്കിയെല്ലാം നമ്മൾ മാനുവലി തന്നെ ഫൈൻ ട്യൂൺ ചെയ്തേ പറ്റുള്ളൂ. റൊട്ടേഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ട്വീക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് വേണ്ടാന്ന് തോന്നുന്നു, ഇതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫ്ലോ ഉണ്ടല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം, എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യം ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഒരു കാര്യം ചെയ്യാം, ടൈം ലൈൻ മാറ്റുക, ഒന്നുകൂടെ പ്ലേ ചെയ്യാം. കണ്ടാ, ആ ഒരു എടുത്ത് വയ്ക്കുന്ന ഒരു ഫീൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കാം. ഇപ്പം ആ നേരത്തെ ആ ഒരു പ്രശ്നം മാറിയല്ലോ. ഓക്കെ, ആ കാര്യം എടുക്കുന്നു, വയ്ക്കുന്നു. ഒരു കാര്യമുണ്ട്, ഇവിടെ കുറച്ചൊരു സ്ട്രെച്ച് ഒരു കുറച്ച് കൂടിയത് കണക്കൊരു ഫീൽ ചെയ്യണം. നമുക്കതിനെ വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വീണ്ടും നമുക്കൊരു ഇമേജ് പ്ലെയിൻ ഓപ്പൺ ആക്കിയിട്ടിട്ട് നമുക്കിതൊന്ന് ഹൈഡ് ചെയ്തിട്ടിട്ടേ കാലിൻ്റെ സ്ട്രെച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട്. ഈ ഏരിയയാണ് എനിക്ക് ഡൗട്ട്. ഓക്കെ, ഇല്ല, ആ ഈ ഏരിയ നല്ലോണം ആവുന്നു, പ്രോബ്ലം ഒന്നുമില്ല. ഈ ഏരിയയെ നല്ലോണം സ്ട്രെച്ച് ആവുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അതിലും നല്ലോണം സ്ട്രെച്ച് ആവുകയാണ്, നമ്മളെ റെഫറൻസിലും അതേപോലെ സ്ട്രെച്ച് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഷ്യൂ എൻ്റെ അതില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ എടുത്തു. ഇവിടെ വെക്കുന്ന സമയത്ത് മാത്രമാണ് ഒരിത്, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ലോണം ഇവിടെ ഒടിയുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് ഇൻ ബിറ്റ്വീൻ അതിനനുസരിച്ച് നമുക്ക് ഇടാം. ഇൻ ബിറ്റ്വീനിൽ പ്രശ്നമില്ല. ഇത് ഒടിയുന്നുണ്ടെങ്കിൽ നല്ലോണം ഒടിച്ച് തന്നെ കൊണ്ടുവന്നാലും പ്രശ്നമൊന്നുമില്ല. അതാണ്ട് ഓക്കെ, ആ ഹൈറ്റ് അത്രയും വേണമോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ആ ഹൈറ്റ് ഞാൻ സ്വല്പം ഒന്ന് താഴ്ത്തി. ഓക്കെ, ഇത്രയും ഹൈറ്റ് വേണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനൊന്ന് ഹൈഡ് ചെയ്യുക. ആ ഹൈറ്റ് ഉണ്ടോ ഇവിടെ ഒന്നും ഇല്ല, കണ്ടോ, അത്ര ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ഓക്കെ, അടിച്ച് തന്നെയാണ് വയ്ക്കുന്നത്, പ്രശ്നമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിൽ വരുമ്പോൾ ആ ഒരു ഫീല് പോവും, കറക്റ്റ് അതിൻ്റെ ഫീല്. ഓക്കെ, വയ്ക്കുന്നു, അടിച്ച് തന്നെയാണ് വയ്ക്കുന്നത്, പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് വീണ്ടും ഇതൊന്ന് ഹൈഡ് ചെയ്യാം. ഏതാണ് ഇമേജ് പ്ലെയിൻ ഹൈഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കാം, പ്ലേ ചെയ്ത് നോക്കാം. യെസ്, ബാക്കിലെ കാലം എന്ന് പറഞ്ഞാൽ ആ ഒരു ലിഫ്റ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫീൽ വരുന്നുണ്ട്. ഓക്കെ, മറ്റേത് ആ ഒരു എടുത്ത് വെക്കുന്ന ഒരു സംഭവം, ആ ഒരു പവറിലൂടെ കൈ എടുത്ത് വയ്ക്കുന്ന ഒരു ഫീലാണ് അതിൽ വരണത്. ഓക്കെ, അതിൻ്റെ ജെർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജെർക്കും കാര്യങ്ങളും നമുക്ക് തന്നെ ഒന്ന് ട്വീക്ക് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കൈയുടെ പാർട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കൈയുടെ പാർട്ട്. ഓക്കെ, ഇതിങ്ങനെ എടുത്തു, കണ്ടോ, ആ ലിഫ്റ്റൊക്കെ അവിടെ സ്ട്രെച്ച് ആയിപ്പോയി, ഈ ഒരു ഏരിയ കണ്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇമേജ് പ്ലെയിനും കൂടെ ഓൺ ആക്കാം. കണ്ടോ, അവിടെയൊക്കെ സ്വല്പം ഒന്ന് വലിച്ച് മുകളിലോട്ടാക്കുക കേട്ടോ. അതാ ഇവിടെ സ്വല്പം ഒന്ന്. ഓക്കെ, അതിനുശേഷം നീക്കണമെങ്കിൽ ഒരു കീഫ്രേ അങ്ങോട്ട് നീക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ ട്വീക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ട്വീക്ക് ചെയ്താൽ മതി. വെച്ചു, എടുത്തു, കുറച്ച് കൈക്ക് നമുക്ക് ഇമേജ് പ്ലെയിൻ സ്വല്പം ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു വെച്ചു. കേട്ടോ, ഇതിപ്പോൾ സ്ലൈഡായിട്ട് പോകണുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇമേജ് പ്ലെയിൻ എടുക്കാം. ഇമേജ് പ്ലെയിൻ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ കാലിൻ്റെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട. ഇവിടെ നിന്ന് സ്ലൈഡൊന്നും അല്ല, കറക്റ്റ് ഇവിടെ നിന്ന് ഇത്രയും സമയം സ്ലൈഡ് ആവുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഫ്രെയിം ഇത്രയും സ്ലൈഡ് ആവുന്നുണ്ട്. അതായത് 6ാമത്തെ കീ ഫ്രെയിം വരെ പെർഫെക്റ്റ് ആയിട്ട് സ്ലൈഡ് ഇതാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് തറയിൽ തന്നെ ഇരിക്കേണ്ട കാലാണ്. അപ്പോൾ നമ്മൾ 6ാമത്തെ കീ ഫ്രെയിം വരെ നീക്കി തന്നെ കൊടുക്കുക. ഇത് സ്വല്പം ഫ്രണ്ടിലോട്ടായാലും കുഴപ്പമില്ല, ഇവിടെ ആയാലും കുഴപ്പമില്ല. കണ്ടോ, നല്ലവണ്ണം നീക്കി തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പോകണം. വീണ്ടും സ്വല്പം കൂടെ നീക്കി എടുത്ത് കണ്ടോ. അപ്പോൾ ആ ഒരു സംഭവം കിട്ടി. വീണ്ടും ഞാൻ ഇമേജ് പ്ലെയിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കിയേ, കണ്ടോ, ഇമേജ് പ്ലെയിൻ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്വല്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, വേണ്ട, ഉണ്ടോ.
ഇത് വേണമെങ്കിൽ സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ടാക്കിയാലും കുഴപ്പമില്ല. അവിടെ നിന്ന് എടുത്ത് വെക്കുന്ന ആ ഒരു കറക്റ്റ് സംഭവം കിട്ടും. ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കണ്ടോ, ഇവിടെ നിന്ന് എടുക്കും. കാരണം കൈയുടെ മൂവ്മെൻറ്റ് അങ്ങനെ തന്നെയാണ്, എടുത്ത് അടിച്ച് തന്നെയാണ് വെക്കുന്നത്. അതുപോലെ തിരിച്ചു പോകുന്ന സമയത്ത് ആ ഒരു മൂവ്മെൻറ്റ് കണ്ട ഫ്ലോ ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ ബിറ്റ്വീനിൽ കീ ഇട്ടിട്ടില്ല, ഇൻ ബിറ്റ്വീനിൽ കീ ഇടുക. അതാണ് പ്രശ്നം. ഇവിടെ അപ്പോൾ കീ മാറും. അതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണത്. ഗ്രാഫിൽ വേണമെങ്കിൽ സ്വല്പം ക്ലിയർ ചെയ്ത് കൊടുക്കാം. വിൻഡോ അനിമേഷൻ ആയിട്ട് ഗ്രാഫ് അടിച്ചാൽ ഗ്രാഫ് എടുത്തിട്ട് നമുക്ക് സ്വല്പം ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഗ്രാഫിനെ എടുത്തിട്ട് മാറ്റി ഗ്രാഫിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് വൈ ഏരിയ ആയിരിക്കും പ്രശ്നം. അതിനെ സ്വല്പം ഒന്ന് നീക്കി കൊടുക്കുക. ഓക്കെ, സ്മൂത്ത് ആയിട്ടുണ്ട് ഉണ്ടോ? ഓക്കെ, ഇതിപ്പോൾ ഇവിടെ നിന്ന് എടുത്തു. ഈ ഒരു മൂവ്മെൻറ്റ് സ്വല്പം കൂടെ ബാക്കിലോട്ട് വരിക. അത് ഇൻ ബിറ്റ്വീൻ ആണ്, ഇൻ ബിറ്റ്വീൻ്റെ ഇഷ്യൂ ആണ്. അത് സ്വല്പം കൂടെ ബാക്കിലോട്ട് കൊണ്ടുവരിക. ഉണ്ടോ? അതിന് നമ്മൾ ട്വീക്ക് ചെയ്തേ പറ്റുള്ളൂ അത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ജസ്റ്റ് ഒരു റഫ് ബ്ലോക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ബാക്കി എങ്ങനെ സ്വല്പം കൂടെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഒരു ഐഡിയ കിട്ടിയല്ലോ, ഏകദേശം ഒരു ഐഡിയ. 100% പെർഫെക്റ്റ് ആയിട്ടില്ല. നമുക്ക് ആ ഒരു ഇമേജ് പ്ലേ നോക്കിയ കഴിഞ്ഞാൽ അത് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് കാലാണെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ കണ്ട അവിടെ ഒരു മൂവ്മെൻ്റ് ഒക്കെ ബ്രേക്കിംഗ് ഉണ്ട്. ആ മൂവ്മെൻറ്റ് അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇടയ്ക്ക് എന്തോ ഒരു കീ ഫ്രെയിം മിസ്സിങ് ആണ്. അങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ സ്വല്പം അവിടെ നിന്ന് നീക്കുക. കണ്ട് ഇവിടെ നിന്ന് അങ്ങനെ നീങ്ങി. ഓക്കെ, അവിടെ ഇൻ ബിറ്റ്വീൻസ് കുറച്ച് കൂടുതൽ വരണം. അതാണ് ആ ഒരു ഫീല് പോണത് അവിടെ. ഓക്കെ, ഇവിടെ സ്വല്പം കൂടെ ഫ്രണ്ടിലോട്ട് വരിക. ഗ്രാഫ് സ്വല്പം കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഏതോ ഒരു കീ ഫ്രെയിം അവിടെ നിന്ന് മാറാനായിട്ടുണ്ട്. ഏത് കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആ കീ ഫ്രെയിം നമുക്ക് അവിടെ നമുക്ക് മാറ്റാം. ഇതാണെന്നുണ്ട് ഈ കീ ഫ്രെയിം മാറ്റാം. ഓക്കെ, റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കണ്ട ഇത് കണ്ട 50ാമത്തെ കീ ഫ്രെയിമിലും ഈ ഒരു കീ ഫ്രെയിമിൽ ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻ്റ് ആണ് അവിടെ മിസ്സിങ് ആയത്. കണ്ട ഇപ്പം കറക്റ്റായി. ഓക്കെ, ഈ ഒരു കീ ഫ്രെയിമിൻ്റെ മൂവ്മെൻ്റ് ആണ് നമുക്ക് മിസ്സായി പോയത്. ഞാൻ ഷോയ്ക്കകത്ത് വീണ്ടും ഇമേജ് പ്ലെയിന് അങ്ങ് ഓഫ് ചെയ്യുക. ഇമേജ് പ്ലെയിൻ ഓഫ് ചെയ്യുക. അതിലൊന്നുകൂടെ കാണുക. കണ്ടോ, ആ ഒരു മൂവ്മെൻ്റ് ആണ് നേരത്തെ നമുക്ക് മിസ്സായത്. മറ്റേ കാലും അതേപോലെ സ്റ്റക്കായി നിൽപ്പുണ്ട്. ഇതാണ് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ആ കാലും ഇതേപോലെ ഇവിടെ സ്റ്റക്കായിട്ട് നിൽപ്പുണ്ട്. ആ കാലും നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ കാലും സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. സ്റ്റിഫായിട്ട് നിൽക്കാൻ പാടില്ല. വീണ്ടും അതിൻ്റെ അകത്ത് ഇമേജ് പ്ലെയിൻ എടുത്തിട്ട് സ്വല്പം കൂടെ മൂവ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ്റെ മിസ്റ്റേക്സ് ആണ് അത്. ഈ ഏരിയ ഒന്നും പ്രോപ്പറായിട്ട് വരുന്നില്ല. അതാണ് പ്രശ്നം. ഇവിടെ നിന്ന് ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗ്രാഫിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേറ്റ് വഴി എടുക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ പ്ലേ ആവുന്നുണ്ടെന്നു. ഉണ്ടല്ലോ. മറ്റേ മൂവ്മെൻറ്റ് കൂട്ടണ്ട. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് ഇതില്ല. ഏതാണ്, ജസ്റ്റ് ബ്ലോക്കിംഗ് മാത്രം, ബ്ലോക്ക് ചെയ്യുക എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഇടാം. അതുപോലെ തന്നെ ബോഡി മൂവ്മെൻറ്റ് വന്നാൽ ഇപ്പോൾ ഇത് കാലും കൈയുടെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോൾ വെക്ടർ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുക. പോൾ വെക്ടറിനെ നമുക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പോൾ വെക്ടർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് ഇരിക്കുന്നത് പോൾ വെക്ടർ. കണ്ടോ, ഇത് കണ്ടോ, പോൾ വെക്ടേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് അടി വീഴുന്നത്. കണ്ട ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ട കറങ്ങിയൊക്കെ പോകുന്നു. അതാ ഇൻ ബിറ്റ്വീനിലൊക്കെ പോൾ വെക്ടർ പ്രോപ്പറായിട്ട് ഇരിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ പോൾ വെക്ടർ പ്രോപ്പറായിട്ട് കണ്ട ഇവിടെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ എടുക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാനുവലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് ഇവിടെയൊക്കെ അടിക്കുന്നത് അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഇത് വയ്ക്കുന്ന സമയത്ത് കാലിനെ പോൾ വെക്ടറുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട്, ഇപ്പോൾ ഈ ഒരു ഏരിയ ചിലപ്പോൾ സ്വല്പം ഒന്ന് പൊക്കണമായിരിക്കും. അങ്ങനെയാണെന്നുള്ള ഏരിയയിൽ പോൾ വെക്ടറിനെയും കൂടെ ഫുൾ പോൾ വെക്ടർ മാത്രം പിടിച്ചടിച്ചാൽ പോൾ വെക്ടർ മാത്രം അടി വീഴും. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലെല്ലാം സഹായിക്കാൻ പറ്റുന്ന ഏരിയയിൽ രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുക.
ഈ ഒരു ഏരിയ ഓക്കെ. അവിടെയൊക്കെയാണ് സ്വല്പം പ്രശ്നം. അവിടെയൊക്കെ നമുക്ക് സ്വല്പം അല്ലാതെ തന്നെ പൊക്കേണ്ട ഏരിയാസ് ആണ്, അല്ല പോൾ വെക്ടറിൻ്റെ മിസ്റ്റേക്ക് അല്ല അത്. ആ ഏരിയയൊക്കെ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കണമെങ്കിൽ സ്വല്പം അങ്ങോട്ട് നീക്കുക. ഇവിടെ നിന്ന് അതിനെ ഞാൻ റിമൂവ് ചെയ്തു, എടുത്തു, സ്വല്പം ഒന്ന് വെച്ചു. ഓക്കെ ഓക്കെ ഇപ്പോഴും പോൾ വെക്ടർ വലിയ പ്രശ്നമില്ല, എന്നാൽ പോലും ചെറിയൊരു അടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോൾ വെക്ടർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഉണ്ടോ, ഈ ഒരു ഏരിയയൊക്കെ സ്വല്പം പ്രശ്നമാണത്. പോൾ വെക്ടർ നമ്മളല്ലാതെ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു ഏരിയ എന്നുള്ളതാണ് ആ പ്രോബ്ലം. കണ്ടോ, ഇങ്ങനെ ആയി കൊടുത്താൽ പോൾ വെക്ടറിന്. പോൾ വെക്ടറിന് ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് എടുത്തിട്ട് പോൾ വെക്ടറിന് എന്തെങ്കിലും അടി ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യുക. ഓക്കെ ഫസ്റ്റ് പോൾ വെക്ടറെ ശ്രദ്ധിക്കുക കേട്ടോ, ആദ്യം മുതലേ. ഓക്കെ അവിടെ വേണമെങ്കിൽ നമുക്ക് ബോൾ ലിഫ്റ്റ് സ്വല്പം കൂടെ കൊടുക്കാം. സ്വല്പം ബോൾ ലിഫ്റ്റ് കൊടുത്താൽ അവിടെ അത്രയും ചിലപ്പോൾ ആ ഒരു ഏരിയ സോൾവ് ആവും. അതുപോലെ ഇത് കണ്ടോ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പോൾ വെക്ടർ ശരിയാവാനുള്ള ചാൻസസ് ഉണ്ട്. കണ്ടോ, എന്നാലും അവിടെ ചെറിയ അടിയുണ്ട് പോൾ വെക്ടറിന്. ഒരു കാര്യം ചെയ്യുക, സ്വല്പം ഒന്ന് മുകളിലോട്ടാക്കുക. ഒരുപാട് ട്വീക്ക് ചെയ്യണ്ട, എന്നാൽ ഒടിഞ്ഞു വരും ആ ഒരു ഏരിയ. ഓക്കെ അതുപോലെ ഇതിൻ്റെ ടോ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുക്കണമെന്നില്ല, സ്വല്പം കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പോൾ വെക്ടറിനെ ബാധിക്കാനുള്ള ഒരു ചാൻസ് അവിടെയും ഉണ്ട്. അത് ഇൻബിറ്റ്വീൻ ഇടാത്തതും ആവാം ആ പ്രോബ്ലം. നമ്മുടെ പോൾ വെക്ടർ തെറിച്ച് ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ ചില സ്ഥലത്ത് ഇതേണക്ക് എല്ലാത്തിനും അടുപ്പിച്ചും ഇടേണ്ടതായിട്ട് വരും. ഓക്കെ സീറോയിലോട്ട് കയറിപ്പോകുന്നത് ഒറ്റയടിക്ക് അത് മാറ്റണ്ട, അത് മാറ്റിക്കഴിഞ്ഞാൽ സീറോയിലോട്ട് കയറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഓരോന്നിലോട്ട് വന്ന് നമ്മളിതിനെ ട്വീക്ക് ചെയ്തെടുത്തേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ കാലിൻ്റെ പൊസിഷൻ മാറിയതും ആവാം. ഒരു പൊസിഷനിലോട്ട് അടുത്ത പൊസിഷനിലോട്ട് മാറുമ്പോൾ ഉള്ള പ്രശ്നം ആവാം അത്. ഓക്കെ കണ്ടോ, ഒറ്റയടിക്ക് പോൾ വെക്ടർ ഓരോ സ്ഥലത്തോട്ട് പോകണുണ്ട്. ഇവിടെ നിന്ന് ചെയ്യുന്ന തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിലെങ്ങനെയാണ് പ്രോപ്പറായിട്ട് വയ്ക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് അത് പ്രോപ്പറാക്കുക. അകത്തോട്ട് പോരുത്, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രാഫിൽ പോയിട്ട് പോൾ വെക്ടറിന് ഒരു യൂറോള ഫിൽട്ടർ കൊടുക്കാം. പോൾ വെക്ടറിന് മാത്രം. കാരണം ആദ്യത്തെ ഇത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോൾ യൂളർ ഫിൽട്ടർ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ചെയ്തോളൂ. പക്ഷെ ആദ്യത്തെ അവസാനത്തും പ്രോപ്പർ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതും പ്രോബ്ലം ആയിരിക്കും. ഓക്കെ ഓക്കെ പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ മാത്രമല്ല ഒരു പ്രശ്നം. നമ്മൾ നേരത്തെ ഹിപ്പിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഹിപ്പ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടില്ലെങ്കിലും പ്രോബ്ലം വരാനുള്ള ചാൻസസ് നമുക്കുണ്ട്. ഹിപ്പിൻ്റെ ഏരിയ ഇല്ലേ നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്ത് കഴിഞ്ഞ് പോസ് ഒന്ന് മാറിപ്പോരുത്. നമ്മൾ ഇത്രയും പാടുമായിട്ട് റെഫറൻസ് വെച്ച സംഭവങ്ങളൊന്നും മാറുകയും ചെയ്യരുത്. ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ നമുക്ക് ഇമേജ് പ്ലെയിൻ ചെക്ക് ചെയ്യാം. എന്തെങ്കിലും പോസ് മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളിത് കറക്റ്റ് ചെയ്ത് വെച്ചേ പറ്റുള്ളൂ. ഓക്കെ അതായത് ഉണ്ട്, ഇത് മാറി. നമ്മൾ ഒരുപാട് പോൾ വെക്ടറിനേക്ക് ഇട്ട് വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി, അങ്ങനെ മാറാൻ പാടില്ല. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക.
ആ ആ അയച്ചുതരാം കുറച്ച് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. ഓക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. പ്ലേ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഇതങ്ങ് ഹൈഡ് ചെയ്യാം. അത് ടൈം എടുക്കുക. ടൈം എടുത്ത് നല്ലോണം ചെയ്യേണ്ട പ്രോസസ്സാണത്. ചെറിയൊരു അടിയുണ്ട്, അത് വീണ്ടും നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഏരിയയിൽ.